ടാഗിൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് വാച്ച് ടാഗ് വെർവ് മാക്സ് ബസ്. നമ്മൾ ടാഗിൻ്റെതായിട്ട് നിരവധി സ്മാർട്ട് വാച്ചുകളാണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ടാഗ് ഇപ്പോൾ ഏത് സ്മാർട്ട് വാച്ച് ഇറക്കിയാലും നമുക്കത് അയച്ചിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത്തരത്തിൽ ഏറ്റവും പുതിയ സ്മാർട്ട് വാച്ചാണ് വെർവ് മാക്സ് ബസ്. ഇതിൻ്റെ പേര് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. പലതും എല്ലാത്തിനും വെർവ് കാണും, അല്ലെങ്കിൽ കണക്ട് കാണും, മാക്സ് കാണും, അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഇവിടെ പേര് വെർവ് മാക്സ് ബസ്. എനിക്ക് തോന്നുന്നു ഈ വേർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് തോന്നുന്നു ഇവർ ഓരോ മോഡലിനെയും പേരിടുന്നത്. എന്തായാലും ഈ ഒരു വാച്ച് വളരെ വിലക്കുറവിൽ വാങ്ങാവുന്ന സ്മാർട്ട് വാച്ചാണ്. നമുക്കിതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് അൺബോക്സ് ചെയ്ത് തന്നെ പരിശോധിക്കാം. ഇതുപോലെ മനോഹരമായിട്ടുള്ളൊരു പാക്കിങ്ങിലാണ് ടാഗ് വെർവ് മാക്സ് ബസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വാച്ചിൻ്റെ ഈ ടാഗ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രത്യേകത ഉണ്ടല്ലേ, നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ഇതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായിട്ട് ഇതിനകത്തെല്ലാം ഫോട്ടോ വന്നിരിക്കുന്നത്. എനിവേ നമുക്ക് നോക്കാം. നല്ല പാക്കിംഗ് ആണ്. നമുക്ക് അടിപൊളി കേട്ടോ. നമുക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ടുള്ള, അതായത് വാച്ചിൻ്റെ കമ്പാനിയൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള QR കോഡ് ഇതേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാച്ച് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ചിരിക്കുകയാണ്. എനിക്ക് ഇവരോട് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഈ സ്ട്രാപ്പ് ഇങ്ങനെ സെപ്പറേറ്റ് വെക്കാതെ കേസിൽ തന്നെ ഇട്ട് വരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ കേസിൽ നമ്മൾ ഇടാൻ നിൽക്കണം. കുറച്ച് ടൈം അതിന് വേണ്ടി പോകും. എസ്പെഷ്യലി ഇതുപോലെ ഫാസ്റ്റായിട്ടൊക്കെ അൺബോക്സ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സ്ട്രാപ്പ് ഒന്ന് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാം. സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റിക്കർ ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അത് റിമൂവ് ചെയ്യണം. നിങ്ങൾ മേടിച്ചാലും എങ്കിൽ ഹാർട്ട് റേറ്റ് സെൻസറൊക്കെ കറക്റ്റായിട്ട് ടച്ച് ആവും. ഇത് ഡിസ്പ്ലേ പ്രൊട്ടക്ടർ ഫിലിമാണ്, അതും ഞാൻ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, കേസ് കൊള്ളാം, നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ഒരു ഗോൾഡൻ കളർ ടിൻ്റാണ് ഇതിന് മൊത്തത്തിൽ കേസ് നൽകിയിരിക്കുന്നത്. അതിന് സ്യൂട്ടാവുന്ന തരത്തിലുള്ള കളറും നോക്കി. ഈ ബക്കിൾ പോലും ഈ പറഞ്ഞ എനിക്ക് ഗോൾഡൻ ടൈപ്പാണ്. കൊള്ളാം, നല്ല വെറൈറ്റി കളർ. എന്തായാലും നമുക്ക് ഈ സ്ട്രാപ്പ് കൂടി ഇന്ന് ഇട്ടു. യെസ്, അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ സ്ട്രാപ്പ് ഇപ്പോൾ ഇവിടെ ഇതിനകത്ത് ഫിറ്റ് ചെയ്തു. ഇനി കയ്യിലൊന്ന് കെട്ടി നോക്കട്ടെ. കയ്യിൽ കെട്ടും. എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ വളരെ ഒരു റിച്ച് ലുക്ക്. സ്ട്രാപ്പ് നമ്മൾ പറയും ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഒരു ഗ്രിപ്പി ഫീലാണുള്ളത് പുറത്ത്. കയ്യിലൊക്കെ കെട്ടിയിട്ട് നല്ല ഒരു ഫീലുണ്ട്. ആ ഒരു സ്ട്രാപ്പ് ക്വാളിറ്റിയുള്ള സ്ട്രാപ്പ് തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു വാച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. യെസ്, ടാഗ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബട്ടണാണുള്ളത്. മൊത്തത്തിൽ അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി മനോഹരമാണ്. കയ്യിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഇത് LED ഡിസ്പ്ലേ അല്ല, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു LED ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നൽകുന്നുണ്ട്. സത്യസന്ധമായിട്ട് പറയട്ടെ, ടാഗിൻ്റെ തന്നെ LED ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ഒരു വാച്ച് നമ്മൾ ആൾറെഡി ഇതിനകത്ത് നമ്മളിപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് LED അല്ലെങ്കിൽ പോലും ആ ഒരു ക്വാളിറ്റി നൽകുന്നുണ്ട്. മാത്രമല്ല, എനിക്ക് ഈ ഒരു വാച്ചിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ ആ ടാഗിൻ്റെ LED ഡിസ്പ്ലേ ഉള്ള വാച്ചിനേക്കാളും ഇതിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ് കുറച്ചുകൂടി ബെറ്ററാണ്. കുറച്ചുകൂടി ഒരു അപ്ഡേറ്റഡ് യൂസർ ഇൻ്റർഫേസ് ആണ്. മറ്റേത് കുറച്ചു ഇതായിട്ട് തോന്നി, പക്ഷേ ഇത് കുറച്ച് ബെറ്റർ യൂസർ ഇൻ്റർഫേസ് ആണ്. ഹാർട്ട് റേറ്റ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇതുപോലെ മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു വാച്ചിന് 1.81 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു വാച്ചിനകത്ത് നമ്മൾ മെയിൻ ഡിസ്പ്ലേക്കകത്ത് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി വാച്ച് ഫേസുകൾ ഈ ഒരു വാച്ചിനകത്ത് തന്നെ ഡിഫോൾട്ടായിട്ട് നൽകിയിട്ടുണ്ട്. അത് ഒരുവിധമെല്ലാം നല്ല ക്വാളിറ്റി വാച്ച് ഫേസുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വാച്ച് ഫേസ് ഇതിനകത്ത് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ വാച്ച് ഫേസ് പോരാ എങ്കിൽ ഇതിൻ്റെ കമ്പാനിയൻ ആപ്പിനകത്ത്, അതായത് ടാഗിൻ്റെ ടാഗ് സ്പോർട്സ് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിലായിട്ട് നിരവധി ഏകദേശം 100-ലധികം വാച്ച് ഫേസുകൾ ഈ ആപ്പിനകത്ത് നിന്ന് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ടിരിക്കുന്ന ഇത്തരം വാച്ച് ഫേസുകളും അതിമനോഹരമാണെന്ന് പറഞ്ഞുകൊള്ളാം. 500 നിറ്റ്സ് ആണ് ഈ ഒരു വാച്ചിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ്. അതായത് സാധാരണ സ്മാർട്ട് വാച്ചുകൾ, ചില വില കുറഞ്ഞ സ്മാർട്ട് വാച്ചുകൾ പോലും ഇപ്പോൾ 500 നിറ്റ്സ് താഴെയാണ് ബ്രൈറ്റ്നസ്സുമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ 500 നിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു തകരാറും വരില്ല. നല്ല രീതിയിൽ നമുക്ക് നല്ല ഹാർഷ് സൺലൈറ്റിൽ പോലും ഈ ഒരു വാച്ചിൻ്റെ ഡിസ്പ്ലേ കാണാൻ സാധിക്കും. 120-ലധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള വർക്കൗട്ട് മോഡുകൾ ഈ ഒരു സ്മാർട്ട് വാച്ചിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അത്തരം വർക്കൗട്ട് മോഡുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഇത് കയ്യിൽ കെട്ടിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആ വർക്കൗട്ടുകളെ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ ഈ ഒരു സ്മാർട്ട് വാച്ചിന് സാധിക്കും. മാത്രമല്ല, ഇത് IP67 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ രാവിലെ നമ്മൾ നടക്കാൻ പോകുമ്പോൾ മഴയുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല, നനഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ നീന്തൽ വ്യായാമം ചെയ്യുമ്പോൾ കയ്യിൽ കെട്ടിയിരുന്നാൽ നനഞ്ഞാൽ പ്രശ്നമില്ല. ഇൻ കേസ് നമ്മളുടെ വിയർപ്പ് തുള്ളികൾ ഇതിനകത്ത് ഇറങ്ങിയാലും വലിയ പ്രശ്നം വരില്ല. അതുപോലെ സാധാരണ അധികം സ്മാർട്ട് വാച്ചുകൾ കാണാത്ത തരത്തിൽ ഈ ഒരു വാച്ചിനകത്ത് കാൽക്കുലേറ്റർ ഓപ്ഷൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കയ്യിൽ ഫോണൊക്കെ ഇല്ലാത്തപ്പോഴാണെങ്കിൽ അത്യാവശ്യം ചില കാൽക്കുലേഷനൊക്കെ നടത്താൻ ഈ ഒരു കാൽക്കുലേറ്റർ ഇതിനകത്ത് ഉപയോഗിക്കാം. അതുപോലെ ഈ ഒരു വാച്ചിനകത്ത് ഈ പ്രധാന ടോഗിളിനകത്ത് ഇവിടെ സ്മാർട്ട് QR കോഡ് ഫീച്ചർ എന്ന് പറയുന്നൊരു ഫീച്ചറുണ്ട്. അതായത് എന്താണ് ആ ഒരു സംഗതി വെച്ചാൽ, നേരത്തെ ടാഗിൻ്റെ ഒരു വാച്ചിൽ വന്നതാണ്. നമുക്ക് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേയുടെ ഒക്കെ QR കോഡുകൾ നമുക്ക് ഗൂഗിൾ പേ ആപ്പ് വഴി ഇതിൻ്റെ കമ്പാനിയൻ ആപ്പ് വഴി ഫോണിനകത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക്
ആരെങ്കിലും പൈസ അടയ്ക്കാനുണ്ടെങ്കിൽ ഈ ഒരു QR കോഡ് ഈ വാച്ചിനകത്ത് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ലിസ്റ്റ് ചെയ്ത് ജസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ വാച്ച് ജസ്റ്റ് മറ്റുള്ളവർ നമുക്ക് പേയ്മെൻറ്റ് തരുന്നവർ വാച്ചിൽ നിന്ന് ആ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് ലോ പവർ മോഡ് എന്ന് പറയുന്നൊരു ഫീച്ചർ ഉണ്ട്. ഈ കാണുന്ന ഓപ്ഷനാണ് ടോഗിൾ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ കേസിൽ നമ്മൾ ബാറ്ററി സേവർ മോഡ് എന്ന് പറഞ്ഞതുപോലെ ലോ പവർ മോഡിലേക്ക് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി തീരാൻ പോവുകയാണ് ഈ ഒരു വാച്ചിലെങ്കിൽ ആ ലോ ബാറ്ററിയിൽ തന്നെ കൂടുതൽ നേരം നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഇതിൻ്റെ വൈബ്രേഷൻ മോഡൊക്കെ ഓഫ് ചെയ്തുകൊണ്ടും ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഒക്കെ കുറച്ചുകൊണ്ടും പവർ സേവർ മോഡിലേക്ക് മാറും. അങ്ങനെ ഒരു ഫീച്ചർ കൂടി ഈ ഒരു വാച്ചിലുണ്ട്. മൊത്തത്തിൽ 7 ദിവസത്തെ ബാറ്ററി ലൈഫാണ് ടാഗ് ഈ ഒരു വാച്ചിന് അവകാശപ്പെടുന്നത്. 12 മാസത്തെ വാറണ്ടിയും ഈ ഒരു വാച്ചിന് ടാഗ് നൽകുന്നുണ്ട്. ഈ ഒരു വാച്ചിന്റെ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പ്രധാനപ്പെട്ട ടോഗിളുകൾ നമുക്കിത് ഇവിടെ കാണാം. അതുപോലെ ഇവിടെ മെയിൻ സ്ക്രീനിൽ വന്നിട്ട് വലത്തോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവിറ്റി ട്രാക്കറിന്റെ ഒരു സമ്മറിയാണ്. വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് ഫോൺ കോൾ ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ്. നമുക്കിവിടെ ഡയൽ പാഡൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഫോൺ കോൾ ചെയ്യാം. അതുപോലെ നമ്മുടെ കണക്റ്റഡ് ഫോണിലേക്ക് വരുന്ന കോളുകൾ ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഒരുവിധം ക്വാളിറ്റി ഉള്ള ഒരു സൗണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്നത്. വീണ്ടും നമ്മൾ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് ഡേറ്റ, നമ്മൾ ഉറങ്ങുമ്പോൾ ഇത് കയ്യിൽ കെട്ടിയിരുന്നാൽ എത്ര മണിക്കൂർ ഉറങ്ങി തുടങ്ങിയ ഡീറ്റെയിൽസ് കാണാം. അടുത്തത് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് സിസ്റ്റം ആണ്. പിന്നീട് നമ്മുടെ ഫോണിലെ മ്യൂസിക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ. വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെതർ ഇൻഫർമേഷൻ ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വിഡ്ജറ്റ് അഡീഷണൽ ആയിട്ട് ഇതിൽ നിന്ന് ആഡ് ചെയ്യാം. ഉദാഹരണത്തിന് നേരത്തെ നമ്മൾ കണ്ട കാൽക്കുലേറ്റർ നമുക്ക് ഇതിനകത്ത് ഒരു വിഡ്ജറ്റ് ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അതിവിടെ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാം. പിന്നെ ആ ഒരു വിഡ്ജറ്റിൽ നമുക്ക് ഇതുപോലെ ലഭിക്കുകയും ചെയ്യും. ഈ ഒരു വാച്ചിന്റെ താഴെ നിന്ന് മുകളിലേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷനുകൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. എന്നാൽ ഇടത് സൈഡിൽ നിന്ന് വലത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ഫോണിനകത്തുള്ള വോയിസ് അസിസ്റ്റൻറ്റ് ഇൻവോക്ക് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ ഈവൻ നമുക്ക് ഗെയിം കളിക്കാനുള്ള ഓപ്ഷൻ പോലും ഏകദേശം 3-4 ഗെയിംസ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. മറ്റ് മെനു സിസ്റ്റം ഒക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇതുപോലെ എടുക്കാൻ സാധിക്കും. അപ്പോൾ മെനു സിസ്റ്റത്തെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ഒരു മെനു സിസ്റ്റം ഏത് രീതിയിലാണ് കാണേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു മെനുവിൻ്റെ വ്യൂ അത് തന്നെ ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികൾ നമുക്ക് സെറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഈ ഓരോ രീതിയിൽ ഇപ്പോൾ ഇതാണ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ മെനു കണ്ടില്ലേ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മെനു സിസ്റ്റം പോലും നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് ഇത്തരത്തിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ്. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 7499 രൂപയാണ്. അതുപോലെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 2499 രൂപയാണ്. പേടിക്കേണ്ട. പക്ഷേ ഇപ്പോൾ സ്പെഷ്യൽ ലോഞ്ച് പ്രൈസ് പ്രകാരം 1999 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ആ പ്രൈസിൽ ഒരു അടിപൊളി സ്മാർട്ട് വാച്ച് തന്നെയാണ്. ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ആ ഒരു UA ഒക്കെ കുറച്ച് ഇംപ്രൂവ്ഡ് ആണ്. ടാഗിൻ്റെ തന്നെ മറ്റ് പല മോഡലിൽ നിന്നും കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു UA ആണ് നൽകിയിരിക്കുന്നത്. നല്ല ഡിസ്പ്ലേ, LED അല്ലെന്നേ ഉള്ളൂ, പക്ഷേ LED ആണെന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഡിസ്പ്ലേ. ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ LED അല്ലാത്തതുകൊണ്ട് ഇല്ല, പക്ഷേ കോൾ സപ്പോർട്ടും എല്ലാം ഉണ്ട്. ഈ പ്രൈസിൽ മനോഹരമായിട്ട് നമുക്ക് വാങ്ങാവുന്ന ഒരു സ്മാർട്ട് വാച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്.